നോമ്പ് തുറക്കുന്ന സമയത്ത് ഹെൽത്തി ആയിട്ട് കുടിക്കാൻ പറ്റുന്ന ഒരു കഞ്ഞിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് സാധാരണ ജീരകക്കഞ്ഞി, തരിക്കഞ്ഞിയൊക്കെ കുടിക്കാറില്ലേ, അതുപോലെ വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ പച്ചരിയാണ് യൂസ് ചെയ്യുന്നത്. പച്ചരി ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. അതുപോലെ 1 കപ്പ് പച്ചരി എടുത്തത് നമ്മളൊരു 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്തിട്ടുണ്ട് ഇതിൽ. എന്നിട്ട് നമുക്ക് ഒന്ന് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം ഒരു 4 മണിക്കൂർ കുതിരാൻ വേണ്ടി വെച്ചതാണ് ഇത്. ഇനി ഇത് നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കണം. അതിന് മുന്നേ ഒരു പ്രാവശ്യം കൂടി ഒന്ന് നല്ലപോലെ കഴിയുന്നുണ്ട്. എന്നിട്ട് ഇതാ കുക്കറിലേക്കൊന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ പച്ചരിക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് സാധാരണ പുഴുങ്ങലരി എടുക്കാം. പക്ഷേ പുഴുങ്ങലരി ആകുമ്പോൾ കുറച്ച് വേവ് ബുദ്ധിമുട്ടായിരിക്കും വേവാൻ വേണ്ടിയിട്ട്. ഈ പച്ചരി ആകുമ്പോൾ കുറച്ച് നല്ലോണം വെന്ത് കഴിഞ്ഞാൽ കുടിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് കുക്കറിലിട്ടിട്ട് നമുക്കിത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 4 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം വെക്കുമ്പോൾ ഒരുപാടങ്ങ് വെക്കണ്ട. പച്ചരി ആയതുകൊണ്ട് തന്നെ കുതിർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ ആ ഒരു അരിൻ്റെ മേലെ നിൽക്കുന്ന വിധത്തിൽ വെള്ളം വെച്ചാൽ മതി. ഇനിയിപ്പോൾ ഇതാ നമ്മളൊരു 4 വിസിൽ വരെ വേവിച്ചിട്ടൊന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5 മിനിറ്റ് ഞാൻ സിമ്മിലും വെച്ചിട്ടാണ് കേട്ടോ ഇത് വേവിച്ചെടുത്തത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. നോമ്പിൻ്റെ സമയത്തൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കഞ്ഞിയാണ്. അപ്പോൾ ഇത് വെള്ളമൊക്കെ കറക്റ്റ് അളവായിരുന്നു. നമ്മളിത് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് വെന്ത് കുത്തി ഉടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ഇപ്പോൾ ചൂടുവെള്ളം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കഞ്ഞി എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുറച്ച് ലൂസായിട്ടുള്ള ഇതായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കട്ടിയായിട്ട് വേണമെങ്കിൽ അങ്ങനെ കട്ടിയായിട്ടും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ചേർത്തിട്ട് ഇതാ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഉലുവ ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ ഹെൽത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മളിതിൽ വെള്ളം ചേർത്തിട്ട് ഇതാക്കിയല്ലേ, അപ്പോൾ കഞ്ഞിൻ്റെ ഒരു പാകത്തിലാക്കിയെടുക്കണം. ഉപ്പൊക്കെ വേണമെങ്കിൽ ഈ ഒരു സമയത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഞാനൊരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും ഹെൽത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പിന്നെ നല്ല ഹെൽത്തി ആയിട്ട് തയ്യാറാക്കുന്നതുകൊണ്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുരിങ്ങയില കേട്ടോ. അപ്പോൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 2-3 പിടി മുരിങ്ങയില ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. വീണ്ടും നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മുരിങ്ങയിലേൻ്റെ ഗുണങ്ങൾ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഉലുവയും മുരിങ്ങയിലയും ഒക്കെ ചേരുമ്പോൾ നമ്മൾ ഈ നോമ്പെടുത്ത് നിൽക്കുന്ന സമയങ്ങളിൽ വളരെ നമുക്ക് ഹെൽത്തിന് നല്ലതാണ്. അപ്പോൾ വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നെയും നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ, ആ ഒരു കൺസിസ്റ്റൻസി. എന്നിട്ട് ഇത് നമ്മൾ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തുകൊണ്ട് തന്നെ ഈ കഞ്ഞി കുറച്ചൊരു മഞ്ഞ കളറിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അതുപോലെ തന്നെ മുരിങ്ങയില ഒന്ന് വെന്ത് കിട്ടുകയും വേണം. അപ്പോൾ ഈ കഞ്ഞി കട്ടിയായി തോന്നുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് ചൂടുവെള്ളം ചേർക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതോ നല്ലപോലെ തിളച്ചതിന് ശേഷം ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ. ആ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത് തന്നെ ഈ ഒരു കഞ്ഞി ഒന്ന് കുറുകുന്ന സമയത്താണ് ചേർക്കുന്നത്. ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചതിന് ശേഷമാണ് ചേർക്കുന്നത്. തേങ്ങേൻ്റെ 1-ാം പാലും 2-ാം പാലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ 1-ാം പാൽ മാത്രം ചേർക്കുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് ഓഫാക്കണം. നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം തിളക്കാൻ പാടില്ല കേട്ടോ, തിളച്ചാൽ പിരിഞ്ഞു പോകും. അപ്പോൾ 2 പാലും ഒരുമിച്ച് ചേർത്തുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് തിളച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമുക്കിനി ഇതിലേക്കൊന്ന് വറുത്തിട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് നെയ്യിൽ കുറച്ച് കുഞ്ഞുള്ളി മൂപ്പിച്ചിട്ട് ചേർക്കുക ചെയ്യുന്നത്. ഇതും കൂടിയും ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ് നമ്മളെ ആരോഗ്യത്തിന്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചൂടോടുകൂടി കുടിക്കാൻ തന്നെ നല്ലൊരു രുചിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ സെർവ് ചെയ്യുന്നില്ല കേട്ടോ. കുറച്ചും കൂടിയും കഴിയുമ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കട്ടിയാകും. ഒരുപാട് കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂടുവെള്ളം ചേർത്തൊന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ. അതുപോലെ നെയ്യിൽ കുഞ്ഞുള്ളി തന്നെ മൂപ്പിച്ച് ചേർക്കാൻ നോക്കണേ. നിങ്ങളുടെ അടുത്ത് കുഞ്ഞുള്ളി ഇല്ലെങ്കിൽ മാത്രം സവാള ഒരു ചെറിയ കഷ്ണം അരിഞ്ഞിട്ട് ചേർത്താൽ മതി. അപ്പോൾ നമ്മളിത് ചൂടോടുകൂടി തന്നെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് പാത്രത്തിലേക്കൊന്ന് മാറ്റാം. അതുപോലെ തന്നെ ഇതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ചും കൂടി നെയ്യ് ചേർക്കുന്നുണ്ട്. അങ്ങനെ ചേർത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഈ ഒരു നോമ്പിൻ്റെ സമയത്ത് ഇത് ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നല്ല ആരോഗ്യ ഗുണങ്ങളുള്ളൊരു കഞ്ഞിയാണ്. കുട്ടികൾക്കൊക്കെ നല്ല പോലെ ഇഷ്ടമാകും. അപ്പോൾ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് വരാൻ മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്